ഈ ജോലിക്കാര് വാതിൽ തുറന്ന് നോക്കുമ്പോ ഈ മനുഷ്യ അവിടെ കിടക്കുക. ഈ വാക്സിനൊക്കെ എടുത്തിരിക്കുന്നുണ്ട് അറ്റാക്ക് ആയിരിക്കും. ഇപ്പൊ പലർക്കും അങ്ങനെ മരിക്കുന്നുണ്ടല്ലോ. അറ്റാക്ക് ആണെന്ന് വിചാരിച്ചു സ്ഥിരീകരിച്ചു. ഇപ്പൊ കൊലപാതകം ആണെന്ന് തുടങ്ങി. അതെങ്ങനെ? പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോ കൊലപാതകമാണ് സംഭവം. ശ്വാസം മുട്ടിച്ച് വന്നിരിക്കുക. ദൈവമേ, മനസ്സിലായി. ആ വീട്ടിൽ നിന്ന് വല്ലതും പോയാ? എന്നിട്ട് അല്ല, അത് ഇപ്പൊ ബാക്കി ഒന്നും പുറത്തു വിട്ടിട്ടില്ല. നമ്മള് എല്ലാം കുറച്ച് ഇതിലിരിക്കുകയാണ്. ഇതിപ്പോ സ്ഥിരമാണല്ലേ നിങ്ങൾ? അതല്ലേ ഇതിപ്പോ. ഇത് മാത്രമല്ല, കൊലപാതകം മാത്രമല്ല, പിടിച്ചുപറി, ബലാത്സംഗം തുടങ്ങി എല്ലാം ഇപ്പൊ ആൾക്കാർക്ക് ഒരു ഇപ്പൊ കൊലപാതകത്തിനൊന്നും ഒരു വിലയും ഇല്ലാതെ എത്ര എണ്ണോ നടക്കുന്നത്. എന്റെ ചെറുപ്പത്തിലൊരു കൊലപാതകം നടന്ന ഈ കേരളം മൊത്തം അറിയും. പണ്ടൊരു കൊലപാതകം നടന്ന് മാടത്തൊരുവിക്കല കേസ്. മാടത്തൊരുവിക്കല കേസ്. അതിന്റെ പേരിൽ പാട്ടുപുസ്തകം വരെ ഇറക്കിയിട്ടുണ്ട്. പണ്ട് അങ്ങനെ ഇറങ്ങുമായിരുന്നു. പിന്നെ നമ്മൾ അങ്ങനെ അറിയാം. ഇപ്പൊ ഈ മെസ്സേജ് വരുമ്പോലെ അന്ന് ഒരു കൊലപാതകമോ മരണമൊക്കെ നടന്ന അപ്പൊ തന്നെ പാട്ട് പുസ്തകം ഇറങ്ങും. പിന്നെ അങ്ങനല്ലേ? പിന്നെ ഒരു മാസത്തേക്കെന്നല്ല, പിന്നെ ആവോളകാലവും അതിനെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു വീട്ടുകളിൽ. ഇപ്പൊ ഒരു ദിവസം എത്ര മരണം എന്നെ അന്വേഷിക്കാൻ നമുക്ക് തന്നെ സമയം കിട്ടുന്നില്ല. അപ്പൊ ആൾക്കാർക്ക് തന്നെ നേരം ഉണ്ടോ? അതിന്റെ കാര്യമില്ല. കൊലപാതകം വലിയ ദിവസവും പിന്നെ എന്തോന്ന് ആരോട് പറയാം. മോനെ കൊച്ചിങ്ങോട്ട് വന്നാ? ഇങ്ങോട്ട് വന്നില്ല. ഉണ്ടാവും, അവിടെ കാണാനില്ല. അവനെ പറയാൻ പറ്റില്ല. അവന് ചിലപ്പോ അപ്പുറത്തെ വഴി വരും. എന്ത് ചേച്ചിയായിട്ട് വഴക്കിട്ടാ? എന്റെ പൊന്നെ ഒന്ന് പറയാം. അവിടെ എവിടെയെങ്കിലും കളിക്കായിരിക്കും. മുട്ടായി ഐസ്ക്രീം ഒക്കെ മേടിച്ചുതരാം. ഭർത്താവേ, ചെറുക്കനെ ആദ്യം കേട്ടോണ്ട് വന്നു കഴിഞ്ഞാൽ എവിടെ നിർത്തിട്ട് പിടിച്ചു കൊടുക്കും? കുഴപ്പമില്ല. എവിടെ പോയി? എല്ലാരും വിഷമിപ്പിക്കാൻ വേണ്ടി. എങ്ങനെയാ പറയാതിരിക്കണത്? രാവിലെ എഴുന്നേറ്റ തലയ്ക്ക് സൂര്യൻ തരൂല്ല അവൻ. നോക്കുമ്പോ ക്ലീറ്റോ നാളെ ഡൽഹിക്ക് പോയിട്ട് വന്നപ്പോ ഒരു നല്ല കളിപ്പാട്ടം കൊണ്ടുവന്നു. ഞാനത് സൂക്ഷിച്ചു വെച്ചതാ. ഇന്ന് അതെടുത്ത് നോക്കുമ്പോ അത് കുത്തി പൊളിക്കണടി കൊച്ചേ. അത് അടിച്ചൊന്നുമില്ല, വഴക്ക് പറഞ്ഞോളൂ. അടിക്കണ്ടേ പിന്നെ? അതല്ലുള്ള കയ്യിലിരിപ്പ കാണിക്കണത്. എനിക്കറിയില്ല. സയ്യു നല്ലു എന്തിയേ? അവരെപ്പോഴേ ട്യൂഷന് പോയി. അവരുടെ കൂടെ എങ്ങാനും പോയിട്ടുണ്ടോ? ഞാനല്ലേ അവരെ അങ്ങോട്ട് വിട്ടത്. ഞാൻ ഇനി വീട്ടിൽ നോക്കാൻ സ്ഥലമില്ല. ദൈവമേ, കൊച്ചിനെ കണ്ടില്ലല്ലോ. ഞാനത് പോയി നോക്കട്ടെടാ. മക്കളെ, ഒന്നും പറയണ്ട. നീ കൊച്ചിനെ വരട്ടി കാണും. അത് എന്നാ കാര്യം? പിന്നെ വഴക്ക് പറയൂലേ അമ്മേ? മോങ്ങ് നിന്നിട്ട് റോഡിലോട്ടെങ്ങാണ്ട് പോയി കാണുമോ പിള്ളേരെ? അയ്യോ, റോഡിലോട്ട് പോകാൻ നമ്മൾ എത്ര നേരം വാതിക്കിരിക്കുവായിരുന്നു. അങ്ങോട്ട് പോയാൽ നമ്മള് കാണൂല്ലേ? കട്ടിന്റെ അടിയിലൊക്കെ നോക്കിയാട്ടാ? ഞാൻ കട്ടിലടി നോക്കി. ഇവിടെ ഇല്ല, ഞാൻ കൊറേ നോക്കി. അവന് ഒരുപാട് വഴക്ക് പറഞ്ഞ ചേച്ചി. എനിക്കറിയില്ല ദൈവം. മക്കളെ, ടെൻഷൻ അടിക്കല്ലേ? എടാ, എന്റെ കൈ കിട്ടി നിന്നെ ശരിയാക്കും. ഇനി അങ്ങനെ പറയും. കൊച്ചേ, കൊച്ചിതോടെ പോയി. നോക്കി നോക്കി കിടന്ന് മനുഷ്യര് മൂത്രം ഒഴിക്കാനും മുട്ടുന്നു. ആരാകത്ത്? ഇപ്പോഴെങ്ങാണ് ഇറങ്ങുമോ? ചിലർ കുഴപ്പമില്ല. ബാത്റൂമിൽ കയറിയ മൗനോദം പ്രാർത്ഥന. ബാക്കിയുള്ളവർ മുള്ളാനും പറ്റത്തില്ല. എന്തായി കണ്ട? അയ്യ, മൊത്തം നോക്കി അവിടെ ഒന്നുമില്ല. സുലിച്ചേച്ചിയുടെ താഴെത്തൊടിയിൽ എല്ലായിടും പോയി. ഒന്നാമത്തെ അടുക്കളയിൽ 100 കൂട്ടം പണിയുണ്ടാവും. ഇവൻ ഇവിടെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ കൂടി ആ കൊച്ചിനൊന്ന് നോക്കൂല. കൊച്ചിനൊന്ന് നോക്കാം. നിങ്ങളെല്ലാരും ഇവിടെ ഉള്ളപ്പോ പുറത്തെ ടോയ്ലറ്റിൽ ആരാ? അതകത്തുനിന്ന് കുറ്റിട്ടേ പോകുന്നല്ലോ, തുറക്കുന്നില്ല.
നമ്മളല്ലാതെ വേറെ ആരും ഇതിനകത്ത് കയറാനാ? അമ്മേനെ ഒന്ന് പിടിച്ചിറക്കണേ. അമ്മ വരണ്ടായിരുന്നല്ലോ അമ്മ അവിടെ ഇരുന്നാ പോരായിരുന്നു. നോക്കടാ കുറ്റിയിട്ടേക്കുവാ. പയ്യ പയ്യ മക്കളെ മോനെ ആരാ ഇത്? മക്കളതിനകത്ത് ഇരിക്കുന്നേ. എടാ ഇങ്ങോട്ട് ഇറങ്ങി വാടാ ഇങ്ങോട്ട്. ചേച്ചി ഇവന് തനി ഇതിനകത്ത് കയറാൻ അറിയോ? ഇല്ല നീ എന്താണ് മിണ്ടാതെ അതിനകത്തോട്ട് കയറുന്നത്? ഈ ചെറുക്കനെ ഞാൻ മക്കളെ മക്കളെ തക്കുടു മക്കള് പയ്യെ തുറന്നു വന്നേ. മക്കള് മല്ലടാ. ആരെയോ കമ്പിയും കാണും മേലിക്കൽ കൊടുത്താലോ? പിന്നെ കൊച്ചിനത് ചടിക്കാനൊക്കെ അറിയണ്ടേ? ഒന്ന് വിളി. മക്കളെ മക്കള് കേറിയിട്ട് മക്കളല്ലേ കുറ്റിയിട്ടത്. ആ അപ്പൊ അതുപോലെ കുറ്റി തുറന്നേ. ആര് പറഞ്ഞ അമ്മനോട് ചോദിച്ചു? നടക്ക് എന്റെ പൊന്ന് തങ്കം. തക്കുടു, കുഞ്ഞ് ഭയങ്കര ശക്തിമാനല്ലേ? നല്ല ശക്തി എടുത്തൊന്ന് കുറ്റി ഒന്ന് മേലോട്ട് പൊക്കിക്കേ. ആ ശക്തിമാൻ ഒന്ന് ചെന്ന് ചെയ്ത് നോക്കിക്കേ. ഇവിടുന്ന് അങ്ങ് തള്ളിയാലും നല്ല ചവിട്ടി അങ്ങ് തുറന്നു കയറിയല്ലേ. അത് ഐഡിയ, പക്ഷെ കഥവിനൊക്കെ ഭയങ്കര വിലയാ. മക്കളെ പിന്നെ വില നോക്കിയിട്ട് കാര്യമുണ്ടോ? അത് ചവിട്ടി പൊളിക്കുക, അതാണ് നല്ലത്. മക്കളെ കഥവിനടുത്ത് മാറിയിക്കണേ. മാമൻ ചവിട്ടി തുറക്കാൻ പോവാണ്. നമ്മളെല്ലാരും എല്ലാരും ഉണ്ട്. അമ്മയുണ്ട് പൊന്നെ, അമ്മയുണ്ട്. വേഗം വാ മക്കൾ, എങ്ങനെയും തുറന്നു വാ. ഇല്ല 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 വടിയില്ല കുഞ്ഞെ, സത്യമായിട്ടും ഇല്ല. ഇല്ല 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 മക്കളെ. വാട ഇങ്ങോട്ട്. നല്ല കൊച്ചല്ലേ? ആ തുറന്നേ മക്കളെ, പയ്യെ തുറന്നേ. മക്കളെ മക്കൾ എന്തിനകത്തിരുന്ന്? അല്ല അമ്മ അറിഞ്ഞേ വീട്ടിന്റെ അകത്തിരുന്ന് ഇതൊന്നും തുറക്കാൻ പറ്റൂലെന്ന്. അപ്പൊ ഞാൻ ബാത്റൂമിൽ കയറി ഇരുന്ന് തുറക്കാൻ വിചാരിച്ചു. ഇത് എന്തിനാ ഇപ്പൊ തുറന്നത്? എന്ത് വിലയുള്ള സാധനം ഡാഡി വാങ്ങിച്ചു തന്നല്ലേ കുഞ്ഞിന്? എന്തിനാ പൊട്ടിച്ചത്? ഇതിന്റെ അകത്തെ എന്തൊക്കെയാണ് പ്രവർത്തിക്കുന്നത് ഞാൻ നോക്കാൻ വേണ്ടി എടുത്തതാ. എന്നിട്ട് മനസ്സിലാക്കിയാ എന്തൊക്കെയാ പ്രവർത്തിക്കണേ? അങ്ങനെ അങ്ങോട്ട് പറഞ്ഞോളൂ. ഇത് എന്റെ കൂടെ ഈ കുറിപ്പ് കിടന്ന് ഉറങ്ങുന്നത്. രാത്രി ഇനി ഞാൻ കിടന്ന് ഉറങ്ങുമ്പോ കൂർക്കം വലിക്കുന്നൊക്കെ എങ്ങനെയാ പ്രവർത്തിക്കുന്ന പറയാൻ വല്ല പിച്ചാത്തി വെച്ച് കീറത്തില്ലെന്ന് ആര് കണ്ട്? ഒന്നും പറയല്ലേ. പേടിപ്പിച്ച് കൊളഞ്ഞ്. ആ കണ്ടാ അതഴിച്ചു. ബാ അയ്യോ പൊന്നെ അമ്മോ മാ കഴിക്കാം. അമ്മ ഇവിടെ ഇല്ല ഏട്ടാ, എവിടെ? ചേച്ചിയുടെ അടുത്ത്. ആ അവിടെ പോയി കൊച്ചിൻ്റെ അടുത്തിരിക്കുകയായിരിക്കും. ഇന്നാലും അങ്ങനെ പിച്ച പണി. അത് ചോദിച്ചിട്ടുണ്ടായിരുന്ന വടി ഉണ്ടോ കയ്യിലെന്ന്. കാരണം ഉറപ്പായിട്ട് അവൾ അടിക്കുമെന്ന് അറിയാമല്ലേ. അതുകൊണ്ടായിരിക്കും അവിടെ കയറി ഇരുന്നത്. പ്രായം കൗതുകമുള്ള പ്രായമല്ലേ കൊച്ചിനൊക്കെ വെച്ചാല് കയറുണ്ടെന്ന് കയറിൽ അന്വേഷിച്ചു പോയവേ. ഭയങ്കര രസമാണ് അവന്റെ വർത്താനൊക്കെ കേൾക്കാനായി. കൊച്ചിന് ഈ പ്രായമാണ് ഏറ്റവും നല്ല പ്രായം അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കുസൃതികളൊക്കെ പറഞ്ഞ് രസമായിരിക്കും. ഇനി വളർന്നു കഴിഞ്ഞാൽ പിന്നെ പാടാ. വളർന്നു കഴിഞ്ഞാണല്ലേ. ഈ ചെറുപ്പത്തിൽ ഇത്രയും വർത്താനം പറഞ്ഞ പിള്ളേരൊന്നും വലുതിലൊന്നും ക്രിക്കറ്റ് കുത്തുന്നുണ്ടല്ലേ. ഹലോ ആ സാർ. ആ മരുന്നും കൂടിയില്ല ആണോ? സി സാർ പറഞ്ഞായിരുന്നു അങ്ങനെ. ഓ പണിയാ. ആ ഞാൻ വരാം. ആ ശരി ശരി. ഓ ശരി. എന്താ മരുന്നും കൂടി എടുത്തും കയറി തൂങ്ങി. ഓ ഇതിപ്പോ സ്ഥിരമാണല്ലോ ദൈവമേ. സി സാർ ആ മകസര തയ്യാറാക്കാൻ പോകുന്ന ടീമിനോട് എന്നെ ഇട്ടിട്ടുണ്ടെന്ന്. പോണോ ഇപ്പൊ? പിന്നെ എന്നാ കഴിച്ചിട്ട് പോ. അല്ല ശരിയാവില്ല, പെട്ടെന്ന് പോകണം. എന്തിനു പോയേട്ടാ? ഒന്ന് കഴിച്ചിട്ട് പോയിക്കേ. എടി അതല്ല അവിടെ ഒരു സെക്കൻഡ്. സാറേ ഞാൻ നമ്മൾ വഴുതക്കാട് വഴിയല്ലേ പോണത്? ആ അപ്പം ഞാനിവിടെ നിന്ന് അവിടെ വന്നാൽ മതിയല്ലോ. അല്ല പിന്നെ അങ്ങ് വന്നിട്ട് പിന്നെ ആ ശരി ആ അല്ല അത്രയും സമയം ലാഭിക്കല്ലോ, അതുകൊണ്ടാണ്. ആ ശരി സാർ. ഇങ്ങോട്ട് പോയാൽ മതിയാ? അതപ്പോ കഴിക്കും. നീ എൻ്റെ ഷർട്ട് തേച്ചിട്ടുണ്ടോ? ആ ഷർട്ടൊക്കെ തേച്ചിട്ടുണ്ട്. ആ എടി അമ്മയ്ക്ക് എന്താ വേണമെന്ന് പറഞ്ഞിരുന്നല്ലോ. ആ എനിക്കറിയത്തില്ല എന്താ പറഞ്ഞത്, ഞാൻ കേട്ടില്ലല്ലോ. അപ്പം അമ്മ ചോദിച്ചിട്ട് വരാം. അപ്പൊ ഞാൻ ചോദിച്ചാ പോരെ? ഏട്ടാ കഴിച്ചിട്ട് റെഡിയാവ്. അല്ല അത് പെട്ടെന്ന് പോണല്ലേ, സാറില്ല വിചാരിക്കും. ഇത് എന്ത് കേട്ടോ, ഒരെണ്ണം കഴിക്കാൻ വലിയ നേരം വേണം. വേണ്ടത് അല്ലേലും എപ്പോഴും ഉള്ളതാണ് കഴിക്കാനായിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് ഏതെങ്കിലും അവന്മാര് വിളിക്കും. ഞാൻ എടുത്തേ ഷർട്ട്. അമ്മ എന്നിട്ട് ആ സുമതി കുഞ്ഞമ്മയ്ക്ക് ഒട്ടും വയ്യാന്ന് പറയണ കാലിന്
ആ തീരെ വയ്യ. പിന്നെ എന്താ മരുന്ന് ഏ മരുന്നൊക്കെ വെച്ച് കെട്ടിയൊക്കെ കിടക്കുന്ന അവിടെ. വാ തുറക്കാൻ. ഇനി ഫോൺ അല്ലെങ്കിൽ കഥയെ പറഞ്ഞ എടാ എല്ലാ ദിവസവും 4-5 കഥ ഞാൻ എവിടെ നിന്നുണ്ടാക്കും? നീ വാ തുറന്നേ. അല്ല നീ ഫോണോ കഥയെ പറഞ്ഞ ദേ ഫോണ് കിട്ടുമെന്ന് ഓർത്ത് എന്റെ മോനെ അങ്ങനെ നിക്കണ്ട. ഫോണ് തരൂല. വാ തുറക്കടാ. കഥ പറഞ്ഞ തരും കേട്ടോ. അമ്മുമ്മ മക്കൾക്ക് കഥ പറഞ്ഞു തന്നാ മതി. തിന്നാൻ എന്ത് പാടാ നോക്കണേ ഇവൻ. പറഞ്ഞു തരട്ടാ. ഓ ഒരു കഥക്കാരൻ. നീ കഥ എഴുതാൻ പോന്നാ അമ്മമ്മ പറഞ്ഞുതരും. വാ തുറക്കും. ഇത് ഒരു വായ വെക്ക്. എന്റെ പൊന്നല്ലേ. മക്കൾ കേട്ടോടനെ നല്ല ഒരു ആമയും മുയലും ഉണ്ടായിരുന്നു. അവരൊരു പന്തായം വെച്ച് ആരാണ് ഓടി അപ്പുറത്തെത്തുന്നതെന്ന് അറിയണമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ യാത്ര തിരിച്ച്. മുയല് ഓടി ഓടി അങ്ങ് അക്കരെ എത്തിയില്ല. വഴി ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഈ ആമ എഴഞ്ഞ് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ മുയൽ വിചാരിച്ച് എന്നാ ഒന്ന് സമാധാനമായിട്ടിരുന്ന് ഇരിക്കാം ഇവിടെ എന്ന് വിചാരിച്ചിരുന്ന് ഇരുന്നിരുന്ന് ഉറങ്ങിപ്പോയി. ആ സമയം കൊണ്ട് ആമ എഴഞ്ഞ് പെട്ടെന്ന് മുയലിൻ്റെ അപ്പുറത്തങ്ങെത്തുകയും ചെയ്ത് മുയൽ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ജയിച്ച്. ചേട്ടാ നമ്മളൊക്കെ വിചാരിച്ചത് എന്താണ്? മുയൽ ജയിക്കുമെന്നല്ലായിരുന്ന, പക്ഷെ ജയിച്ചത് ആമയെ. ഇതിനെന്തോ മനസ്സിലായി. ഇതിൻ്റെ ഗുണപാഠം എന്തുവാ? ഉറങ്ങുമ്പോ അലാറം വെക്കണം, ഇല്ലെങ്കിൽ ഉറങ്ങിപ്പോ. ആ ബെസ്റ്റ്. നീ വാ തുറന്നേ. ഇത് ഒരെണ്ണം. എടാ ഈ ഉപ്പൂറ്റി വെളിച്ചീർന്നതിൻ്റെ ഒരു മരുന്നുണ്ടല്ലോ, അതാ ഞാൻ വേണമെന്ന് പറഞ്ഞത്. നച്ചിരി വെള്ളം കുടി. മാമ ആ ഫോൺ തരോ? അയ്യോ ഫാൻ തരുമോ? ഫോണൊന്നും വേണ്ട. എടാ ഫോണ് കണ്ടുകൊണ്ട് കണ്ണ് പൊട്ടാറായി ചെറുക്കൻ്റെ. മാമന് അത്യാവശ്യമായിട്ട് പോവാൻ നിൽക്കുക. ഫോൺ താ പ്ലീസ്. നീ ഒന്ന് പോയിക്കേടാ ചെറുക്ക. കൊച്ചിൻ്റെ അങ്ങനെ സംസാരിക്കലടി. മക്കളെ മാമൻ അത്യാവശ്യമായിട്ട് പോകാൻ നിൽക്കുകയാണ്. വൈകുന്നേരം വന്നിട്ട് തന്നാ മതിയാ? വേണ്ട. നിനക്ക് അതിനകത്ത് എന്ത് കിട്ടിയിട്ടാണ്? വാ തുറക്ക്. അത്യാവശ്യമായിട്ട് പോകാനാണ്. പെട്ടെന്ന് തന്നെ. ഒറ്റ മിനിറ്റ്. അര മിനിറ്റിനുള്ളിൽ കൊടുക്കണം. ഇനി വായിൽ വെക്ക്. എവിടെ പാടങ്ങനെയോ ഇതിനെ തീറ്റിച്ച് വരുമ്പോഴുണ്ടല്ലോ. ചേച്ചിയാണ് ഈ ശീലമൊക്കെ പഠിപ്പിച്ചത്. വേണ്ടേ? നിന്റെ കൊച്ചിനെ പറഞ്ഞത് പിന്നെ എന്റെ കൈ തട്ടിയാ പിന്നെ വീഴൂല്ലേ? കൊണ്ടുവന്നു തുടച്ചാ പോരെ. നീ വിട്ടാടെ ചെറുക്ക. എന്റെ പൊന്നെ, നീ എന്തിനാണ് ആവശ്യമില്ലാത്ത നീ ഇവിടെ തുടക്കണ്ടോ? ഞാൻ ഒരു തുണി എടുക്കുക ചേച്ചി. അത്രയും വെള്ളം എടുത്തോണ്ട് വാ. അമ്മയ്ക്ക് വേറെ എന്ത് വേണമെന്ന് പറഞ്ഞത്? വേറെ ഒന്നും വേണമെന്ന് ഞാൻ പറഞ്ഞില്ല. അത് മാത്രം കാലിന്റെ ഇത് മാത്രം അത് മാത്രം മതി. തുണി കിട്ടിയാ? ഇവിടെ ഇട്ട് തുണി എന്റേടാ. ഇനി ഇവനെ കരുതി ഒരു സാധനം ഈ വീട്ടിൽ. എന്തേ വെള്ളത്തിൽ വെള്ളത്തിൽ കഴുകി ചേച്ചി. ഞാൻ പറഞ്ഞ വെള്ളത്തിലിടാൻ നമ്മൾ ആരും അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇങ്ങനെ വരുമെന്ന്. ഒരു കാര്യം ചെയ്യാം, അടുപ്പിന്റെ മൂട് കത്തിക്കുമ്പോ അവിടെ കൊണ്ടുവന്ന് വെച്ചാൽ ഫോൺ ഉരുകി പോകാൻ. അത് അതിൽ ചേട്ടനിപ്പോ ആരും വിളിക്കുമെന്ന് പറഞ്ഞല്ലേ? അന്ന് ഓൺ ചെയ്യേ. വെയിലത്തോട്ട് ഇപ്പൊ എന്ത് നോക്കുന്നാ? വെള്ളത്തിൽ വീണു. ഞാൻ അന്നേരം നിന്നോട് പറഞ്ഞാണോ കൊടുക്കല്ലേന്ന്? വേഷം കെട്ടി ചെറുക്കന്റെ. ദൈവമേ, അവര് വഴുതക്കാട് എത്തിയിട്ട് വിളിക്കത്തില്ല ഏട്ടാ. തന്നേടി. കൂടുതലുള്ള ആരെങ്കിലും നമ്പർ അറിയോ ഏട്ടന്? മധുവിന്റെ നമ്പർ പക്ഷെ എനിക്ക് ഓർമ്മയില്ലടി. മധു ക്ലീറ്റോടെ കാണും. വന്നേ വാ. വിളിച്ചിട്ടുണ്ട്, സംസാരി. നീ ഇങ്ങനെ ചെയ്യരുത്. അമ്മ എപ്പോഴും പറയാറില്ലേ? അവൻ അറിഞ്ഞോണ്ടല്ലേ. എടാ ഈ കൂട്ടത്തിലുള്ള നമ്പരൊക്കെ കുറിച്ച് വെക്കണം. നമ്മിപ്പോ എല്ലാരും ഫോണിലല്ലേ സേവ് ചെയ്ത് വെച്ചേക്കണം. ആരാ കുറിച്ചൊക്കെ വെക്കണത്? എടാ എന്നാ സ്റ്റേഷനിലോട്ട് പോയാലോ? ഒന്നും കൂടെ ക്ലീറ്റോ ചേട്ടനെ വിളിച്ചേ. വിളിച്ചു നോക്കാം. തിരക്കല്ലേ ക്ലീറ്റോന് എപ്പോഴും. ഫോൺ എടുത്തൂടെ വീട്ടിൽ നിന്ന് വിളിക്കുമ്പോ? അവിടെ കനകനാ. അല്ല ഞാൻ വിളിച്ചതേ ഏട്ടാ. പിന്നെ ഈ മധുസാറിന്റെ നമ്പറിന്റെ ഉണ്ടാ? എന്റെ കൂടെ എപ്പോഴും ഉള്ള ഒരു സാറല്ലേ സ്റ്റേഷനിലെ? പുള്ളിയുടെ ഫോൺ നമ്പറിന്റെ ഉണ്ടാ?
നീ ഇപ്പൊ പറ, എനിക്ക് അത്യാവശ്യമായിട്ടല്ലേ എന്റെ പറഞ്ഞത്. ക്ലീറ്റോ ഓ അമ്മ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് അത്യാവശ്യമായിട്ടാണ് പറഞ്ഞത്. അത് അതിലെന്ന് പറഞ്ഞോണം. പിന്നെ ചാടാ പിന്നെ എങ്ങനെ? നീ മര്യാദ നമ്പർ ആക്കട്ടെ. മറ്റേ പഠന ക്യാമ്പിൽ അതായിരിക്കും എടുക്കാതെ. ഇത് കഷ്ടകാലത്തിനാണോ പോയി ഓട് കയറി വന്നത്? അമ്മയുടെ വിണ്ട് കീറല്. ഞാൻ വന്ന് ചോദിക്കാന്ന് പറഞ്ഞതാണ്. ശരി, രണ്ടുപേർക്കും കൂടെ അല്ലല്ലോ ഒന്നുമില്ല, ഒന്നുമില്ല. തേങ്ങ പോയിച്ചിട്ടാ, ഒന്നുമില്ല പിന്നെ വിളിച്ചു നിന്നത്. ഇതിൽ തന്നെ വിളിക്ക്. ആ ഈ ആവശ്യ സമയത്ത് ബുദ്ധി വർഗീയല്ല കണക്കാണ്. 9 5 3 3 7. മാമ സോറി മാമ. ആ കുഴപ്പമില്ല. സോറി. സാറല്ല. സാരമില്ല, പോട്ടെ. ആ സാറേ, ഞാൻ കനകന വൈഫിന്റെ നമ്പറിൽ നിന്ന് വിളിക്കുന്നത്. ആ അല്ല എൻ്റെ ഫോണേ പെട്ടെന്ന് ഇതായിപ്പോയി, ഈ സ്വിച്ച് ഓഫ് ആയിപ്പോയായിരുന്നു. ഞാൻ അങ്ങ് ഓഹോ എത്തി. ആ അല്ല ഞാൻ സാറിനൊന്ന് വിളിക്കണോ? ഓ എൻ്റെ നമ്പരും ഉള്ളത്. സാർ ഒരു കാര്യം ചെയ്യ്, എനിക്ക് ഈ വൈഫിൻ്റെ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ഇട്ടേക്കും. സാറിൻ്റെ നമ്പർ ഞാൻ പിന്നെ വിളിച്ചോളാം. ആണോ? ആ കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്യണം. ആ ശരി സാർ, ഒന്ന് പറയാൻ പറ്റുമെന്ന് പറഞ്ഞേക്കണേ. എൻ്റെ ഫോൺ ഇതായിപ്പോയിരുന്നു. ഓ അങ്ങനെ പറഞ്ഞേ. ശരി. എന്താടാ? സാറ് പറഞ്ഞ വെച്ചാൽ ഞാൻ ഉടായ്പ കാണിക്കാൻ വേണ്ടി സ്വിച്ച് ഓഫ് ചെയ്യുന്നു സമയത്ത്. അയ്യോ അങ്ങനെ ചെയ്യുവോ? അത് കൊള്ളാം. പിന്നെ വഴുതക്കാട് നിക്കാന്ന് പറഞ്ഞ ആള് ഉടായ്പ കാണിക്കുവോ എന്റെ ഇടയ്ക്ക്? നീ സാറിനെ വിളിക്ക്. സാർ നമ്പർ അയച്ചു തരാമെന്ന് പറഞ്ഞാൽ അല്ല, ഇപ്പൊ വിളിച്ച് അങ്ങനെ ചാടും തലയെടുത്ത്. ഇത് ഡിസ്പ്ലേ വെള്ളം കയറി ശരിയാക്കണ്ടേ? ഇന്നത് കൊണ്ട് കൊടുക്ക്. എനിക്ക് ആ പള്ളിയുടെ അപ്പുറത്തുള്ള കടയിൽ കൊടുക്കാം. പെട്ടെന്ന് കിട്ടുന്ന അവന്മാര് പെട്ടെന്ന് തരും. അത്യാവശ്യം പറ. ആ ശരി. ഏട്ടാ ഇത് എന്തൊരു ഇരിപ്പാണ്. സാരമില്ല ഏട്ടാ, ഏട്ടന് ആദ്യമായിട്ടല്ലേ ഒരു അബദ്ധം പറ്റിയത്. അങ്ങനെയല്ലടേ, എവിടെ പോയാലും സാർ എൻ്റെ പേര് പറയും. ഇപ്പൊ തന്നെ ഞാൻ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കുമെന്ന് പറയുന്നുകൊണ്ടാണ് സാർ എന്നെ കൊണ്ടു നടക്കുന്നത്. നമ്മൾ എന്നാലും സാർ അങ്ങനെ പറഞ്ഞപ്പോൾ വലിയ വിഷമമായിപ്പോയി കേട്ടോ. നമ്മൾ മനഃപൂർവ്വം അങ്ങനെ അല്ലല്ലോ ചെയ്തത്. ഇതിപ്പോ ഏട്ടൻ എപ്പോഴും ഇങ്ങനെ ചെയ്യണ ആളൊന്നും അല്ലല്ലോ. അതൊക്കെ ഏട്ടന് ഇനിയുള്ള സ്റ്റേഷനിലുള്ള പെരുമാറ്റമൊക്കെ ആകുമ്പോൾ സാർ അതൊക്കെ മറന്നോളൂ. അങ്ങനെയൊന്നുമില്ല, നമ്മളിപ്പോൾ എത്ര നല്ല കാര്യം ചെയ്താലും ഒരു തെറ്റ് ചെയ്താൽ പിന്നെ അതെന്നും മനസ്സിൽ കാണും. അതായിരിക്കും ഏറ്റവും ഹൈലൈറ്റ് വരുന്നത്. അങ്ങനെയൊന്നുമില്ല, ഏട്ടനൊന്ന് നാളെ ചെന്നിട്ട് സാറിനോട് നേരിട്ടൊന്ന് സംസാരിച്ചാൽ മതി. ഇങ്ങനെ ആയിരുന്നു കാര്യം കൃത്യമായിട്ട് പറഞ്ഞാൽ മതി. പിന്നെ പ്രശ്നം തീർന്നില്ലേ? മൂളിപ്പാട്ടും പാടി അച്ചമ്പി മൊബൈല് ശരിയാക്കാൻ കൊടുത്തത് മേടിക്കണ്ടേ? വൈകിട്ട് തരാന്നാ പറഞ്ഞേ. പോയി വാങ്ങിച്ചോണ്ടോ? പൈസ 12,000 രൂപ ആവും. വെള്ളത്തിൽ വേണല്ലേ? 2000 രൂപ പുതിയ ഫോണാണോ വാങ്ങിക്കുന്നത്? അല്ല, അത് ക്ലീൻ ചെയ്ത് എടുക്കുമ്പോ അതിന്റെ ഇതാവൂല്ലോ. അങ്ങനല്ലേ? പിന്നെ 10-200 രൂപയാവും. 200 രൂപ? ഏടാ, ഇത് അമ്പലപ്പറമ്പിൽ നിന്ന് മേടിച്ച കളി മൊബൈൽ അല്ല, ഇത് ആൻഡ്രോയിഡ് ആണ്. ആൻഡ്രോയിഡ്. ഞാൻ ഡയറക്റ്റ് 1000 എടുത്തോണ്ട് 1000 ഒന്നും ആവത്തില്ല ഏട്ടാ. പിന്നെ ബാക്കി കറക്റ്റ് ആയിട്ട് കൊണ്ടു തരുമല്ലോ. തന്നാ മതി. പിന്നെ പോക്കുവരവ് ചെലവിന് 1-2 ചായ പബ്സിന്റെ കാണാൻ കുറഞ്ഞെങ്കിലായോ അറിയാമല്ലോ. നമുക്ക് EMI ആയിട്ട് പുതിയ എടുക്കാൻ പറ്റും. 500 മതി. ഒന്നും തരണ്ട. നല്ല കാര്യം. ഇല്ലിപ്പണ്ട ഇങ്ങ് പൈസ കടയിൽ പോയി അത് നമ്മള് ഇടപെടുന്ന ഏർപ്പാടില്ലേ. സ്വന്തം അച്ചാച്ചനെ വിശ്വാസമില്ലാതായാലോ? അത് പണ്ടേ ഇല്ലല്ലോ. ഓ, ആ പേരിലൊരു കോൾ ഒത്തു കേട്ടാ. ഓ, 1000 രൂപയ്ക്ക് എന്താ കോള്? ഹലോ, ആരാ? ആ ഉണ്ട് കൊടുക്കാം. എന്നേട്ടാ ഹലോ. ആ സാർ, അല്ല അല്ലല്ല അങ്ങനെ വിഷമൊന്നും ആയില്ല. ഇല്ല ഞാൻ അല്ല അറിയാലോ, സാറിന് അറിയാലോ ഞാൻ അങ്ങനെ ഒരിക്കലും അങ്ങനെ അങ്ങനെ പറഞ്ഞ കേട്ടാ പെട്ടെന്നൊരു ഇല്ല അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇറങ്ങാം വരാം. കുഴപ്പമില്ല. സാറായിരുന്നാ? ശരി സാറേ. അയ്യോ, എനിക്ക് മനസ്സിലായില്ല. എന്താ പറഞ്ഞത്? ഇല്ല കുഴപ്പമില്ല. സാർ എന്നെ വിളിച്ചു.
എന്നെ വിളിച്ചപ്പോഴാ ഫോൺ അവിടെ ഇരിക്കുന്നു, സർവീസ് സെന്റർ ഇരിക്കല്ലേ. മെസ്സേജ് കണ്ടോ നമ്മളയച്ച? അതല്ലേ മെസ്സേജ് കണ്ട്. ഓ സമാധാനം. അപ്പൊ സാറ് വിളിച്ചപ്പോ ഫോൺ അവിടെ ഇരിക്കുന്നു. സർവീസ് സെന്റർ പറഞ്ഞു ഫോൺ ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുകയായിരുന്നു കാര്യങ്ങൾ ഡീറ്റെയിൽ പറഞ്ഞു. ഓ അപ്പൊ സാറിനറിയാം, എന്റെ മനസ്സറിയാം, പെട്ടെന്ന് ഫീൽ ചെയ്യുന്നറിയാം. സാറ് അറിഞ്ഞു എന്നൊക്കെ ചോദിച്ചാൽ മതി, കുഴപ്പമില്ല സാറേ, വിഷമൊന്നും ആയില്ല. എന്റെ എന്തായാലും തക്കോട് ചെയ്താൽ നന്നായി. ഈ നമ്മളൊരാളെ തെറ്റിദ്ധരിച്ച് കഴിഞ്ഞിട്ട് അയാൾ നിരപരാധിയെന്ന് മനസ്സിലാക്കുമ്പോഴേ നമുക്ക് അയാളോട് ഭയങ്കര സ്നേഹമായിരിക്കും. ശരിയാ, അതിന്റെ ഒരു വിഷമവും കുറ്റബോധവും കാണും നമുക്ക്. വെറുതെ അല്ലേ. ഓ ഏട്ടന്റെ വിഷമം മാറിയല്ലേ? പിന്നെ സന്തോഷമായി. ഇല്ലെങ്കിൽ ഞാൻ സത്യത്തിൽ ഇനി അങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എന്തിന്? എന്ത് കാര്യത്തിന്? ഏട്ടന്റെ മനസ്സ് നല്ലതാ, അത് ദൈവം കേട്ട്. ഞാൻ അങ്ങോട്ടൊന്ന് ചെന്നിട്ട് ചേച്ചിയും അമ്മയൊക്കെ ഭയങ്കര വിഷമത്തിലിരിക്കുക, അവരോടൊന്ന് പറഞ്ഞിട്ട് വരാം. ഫോണിൽ ചെന്ന് Audience.